Ladies and gentlemen, welcome back to another ride. Come on. നല്ല കിടിലൻ കഴിഞ്ഞ ദിവസത്തെ മഴയ്ക്ക് ശേഷം നല്ല കിടിലൻ ക്ലിയർ സ്കൈ. ഏത് വണ്ടിയുടെ വെച്ചിരുന്നത്? ഏതോ ഒരു ബൈക്കോ. കിടിലൻ ക്ലിയർ സ്കൈ, കിടിലൻ വെതർ, നല്ല തണുപ്പുണ്ട്. 20 ഡിഗ്രി എങ്ങനെ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ കണ്ടത്. ഇതിൽ 23 ഡിഗ്രി കാണിക്കുന്നു വണ്ടിയിൽ. പിന്നെ ഇത് ഇനിയും താഴും 18 ഡിഗ്രിക്ക് മാറും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ആലോചിച്ച് വണ്ടി എടുത്തൊന്ന് ഇറങ്ങിയേക്കാം. പിന്നെ അങ്ങനെയാണ് പരിപാടികൾ. ഇത് കഴിഞ്ഞ വ്ളോഗിന് ശേഷം നമ്മൾ അടുത്ത വ്ളോഗ് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു മിക്കവാറും നാളെ രാവിലത്തെ റാസോ കൈമ റൈഡായിരിക്കും. പക്ഷേ ഇന്നൊന്ന് ഇറങ്ങാൻ തുടങ്ങിയതുകൊണ്ട് ഇന്ന് അതിന് മുന്നേ ഒരു വ്ളോഗ് ഇറങ്ങി. അപ്പോൾ അടുത്തത് നമ്മുടെ റാസോ കൈമ റൈഡായിരിക്കും. ഞാനിതിവിടെ നമ്മുടെ ഇതൊക്കെ നമ്മുടെ ഇതിൻ്റെ പ്ലേലിസ്റ്റ് ഏതാണ് നീലാകാശം പ്ലേലിസ്റ്റൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. നല്ല തണുപ്പിട്ട് കേട്ടോ. മഴ പെയ്യാഞ്ഞാൽ മതി, അത്രയേ ഉള്ളൂ. കാരണം ഇന്നും ഞാനിത് എടുത്തിട്ടില്ല, റെയിൻകോട്ട് എടുത്തിട്ടില്ല. വളരെ ഒരു ചിൽ റൈഡ്, വെറുതെ വണ്ടി എടുത്ത് തേരാ പാര ഇറങ്ങാം എന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. ചില ദിവസങ്ങൾ അങ്ങനെയാണല്ലോ, നമ്മൾ വെറുതെ ഇങ്ങനെ ഇരുന്ന് ഇന്നും ചെറുതായിട്ടൊരു മൈൻഡ് ഡേ ആയിരുന്നു. നല്ലതായിരുന്നു. അതിൻ്റെ കൂടെ കുറച്ച് മൈൻഡ് ഫക്ക് കാര്യങ്ങളും എല്ലാവരുടെ ജീവിതത്തിലുണ്ടോ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ. കാരണം നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ഒരു റമദാനും അതുപോലെ അതിന് ശേഷം യുദ്ധം, മഴ ഇതെല്ലാം വന്നതിന് ശേഷം എൻ്റെ പ്രോഗ്രാംസ് ഒരുപാട് കുറഞ്ഞു. അപ്പോൾ അധികമൊന്നും ഇല്ലായിരുന്നു. അതിനുശേഷം ഒരു ഗ്യാപ്പിന് ശേഷം ഇന്നാണ് ഒരു പ്രോഗ്രാം വന്നത്. ഓർക്കാപ്പുറത്ത് പെട്ടെന്ന് ഇന്നലെ വന്നാണ്. അപ്പോൾ അത് ഇറ്റ്സ് എ വെരി ഹാപ്പി തിങ്. അതിൻ്റെ പുറമെ നാളെ മറ്റന്നാൾ മുതൽ വേറൊരു പ്രോഗ്രാം റെഗുലർലി റെസിഡൻസി സ്റ്റാർട്ട് ചെയ്യാനുള്ള അതും ഇന്ന് കോൾ ഡേ. അപ്പോൾ ഓവറോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് ഡേ. ഈ വണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, എക്സീഡിൻ്റെ ഈ വണ്ടി. ഏതത് RX, നല്ല രസമുണ്ട് കാണാൻ. SUV, ഗുഡ് ലുക്കിംഗ് വൺ. അപ്പോൾ ജനറലി അങ്ങനെ നോക്കുവാണെങ്കിൽ നല്ല ദിവസമാണ്. പക്ഷെ അതിൻ്റെ കൂടെ വേറെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ എന്താ പറയുക, എല്ലാവരുടെ പേഴ്സണൽ ലൈഫിലുണ്ടാവില്ല എന്തെങ്കിലുമൊക്കെ ഒരു ചൊറിച്ചിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ട് ജീവിതത്തിൽ. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷേ അപ്പോൾ എല്ലാം കൊണ്ടും ഞാൻ നോക്കുമ്പോൾ ഐ റിയലി നീഡ് എ റൈഡ്. എനിക്ക് ഒരു റൈഡ് അത്യാവശ്യം എന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഈവനിങ് കാര്യമായിട്ട് പ്ലാനുകളൊന്നും ഉണ്ടായില്ല. പിന്നെ ദ്വീപിനൊന്നും കാണേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ആലോചിച്ചു ബൈക്ക് എടുത്തൊന്ന് ഇറങ്ങിയേക്കാം. ലുക്ക് അറ്റ് ദ സ്കൈ മാൻ, ബ്യൂട്ടിഫുൾ. മറ്റേ ഇത് റോൾസ് റോയ്സിൻ്റെ ഇലക്ട്രിക് ഏതാ, അബുദാബി നമ്പർ 100 പോളി, ബ്യൂട്ടിഫുൾ. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു റൈഡിൻ്റെ ഇത്. ചിലപ്പോൾ രാത്രി ഒരു മൂഡ് വരുവാണെങ്കിൽ ചിലപ്പോൾ ഒന്ന് ജസ്റ്റ് ഷാർജ വഴി ഒന്ന് ഇറങ്ങി നോക്കണം എങ്ങനെയുണ്ട് റോഡുകളെന്നൊക്കെ അറിയാം. പക്ഷേ ഇന്നൊക്കെ വറ്റി വരണ്ടിട്ടുണ്ടാവണം. കാരണം ഇന്ന് തീരെ മഴ വന്നിട്ടില്ല. അതുപോലെ തന്നെ പകൽ അത്യാവശ്യം വെയിലും ഉണ്ടായിരുന്നു. നിങ്ങളാരെങ്കിലും വണ്ടികളൊന്നും മുങ്ങിപ്പോയില്ലല്ലോ? ആർക്കും പ്രശ്നമൊന്നുമില്ലല്ലോ? എല്ലാവരും ഓൾ സേഫ്, വണ്ടികളും ആളുകളും എല്ലാവരും സേഫാണെന്ന് വിചാരിക്കുന്നത്. നമ്മൾ ആസ് യൂഷ്വൽ ഓൺ ടു 311 ഇറങ്ങി. ഇനി നേരെ ഒരു ഹൈവേ, നല്ല ഇത് നമ്മുടെ നീലാകാശം പച്ചക്കടലിലെ പാട്ട് വിട്ട് ഹൈവേ കൂടെ ഒരു 80-100 ഈ ഒരു സ്പീഡിൽ, ഒരു 90-100 സ്പീഡിൽ അങ്ങനെ ഒരു 4ാമത്തെ ലൈനോ 3ാമത്തെ ലൈനോ ഒക്കെ പിടിച്ച് ഇങ്ങനെ ഒരു ചില്ലായിട്ട്. അതാണ് സന്തോഷം. അതാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, ശരിക്കുള്ള റിയൽ ഹാപ്പിനെസ്സിന് അധികം കാശില്ല എന്ന് പറയുന്നത്. അതുപോലെ കണ്ടെത്തണം, അത്രയേ ഉള്ളൂ. ശരിക്കുള്ള സന്തോഷം എവിടെയെന്ന് കണ്ടെത്തണം. അപ്പോൾ ഞാൻ കുറച്ച് പാട്ടൊക്കെ കേട്ട് നേരെ മുന്നിലോട്ട് കുറച്ച് റൈഡ് പിടിക്കാം. നിങ്ങളും മ്യൂസിക്കൊക്കെ കേട്ട് കാഴ്ചകൾ കാണാൻ. നല്ല സന്ധ്യാനേരം, സൺസെറ്റ് ടൈമും. ആകാശം നോക്കിയാൽ ദേ റെഡ് കളർ, ആകാശത്തിലെ ചുവപ്പ് എന്ന് പറയില്ലേ, അതാണ് കാണുന്നത്. നമുക്ക് ലെഫ്റ്റ് സൈഡ് ഒന്ന് കയറണം. ലൈൻ ഈസ് ക്ലിയർ. ലെറ്റ്സ് ഗോ. ഹിയർ വി ഗോ. നൈസ് ഈവനിങ്. ഇന്ന് എനിക്ക് നമ്മുടെ ഗ്രൂപ്പിൽ മെസ്സേജ് ചെയ്തൊരു ഗ്രൂപ്പ് റൈഡ് പോകണം എന്നുള്ളൊരു മൂഡുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇങ്ങനെ വേറൊരു ചെറിയ കാര്യം കൂടെ ചെയ്തു തീർക്കുന്നുണ്ടായതുകൊണ്ട് പിന്നെ ഈ ഒരു ഇറങ്ങാമെന്ന് വെച്ചു. ഇനിയിപ്പോൾ നട്ടപ്പാതിരൊക്കെ അങ്ങനെ പെട്ടെന്നൊരു മൂഡ് വരികയാണെങ്കിൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവരെല്ലാവരും കൂട്ടിയിട്ട് ജസ്റ്റ് എവിടെയെങ്കിലും പോയിട്ട് ചായ കുടിച്ച് ഒന്ന് ചില്ല് ചെയ്യണം. അപ്പോൾ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ റൈഡ്. സന്ധ്യാസമയം മൈൻഡ് ഫക്ക് റൈഡ്, സ്പോൺസർഡ് ബൈ ടോസ്റ്റർ ത്രോട്ടിൽ. എൻജോയ് ദ റോഡ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. കുറച്ചുകൂടെ റൈഡ് കഴിഞ്ഞിട്ട് അടുത്ത് ഇന്ന് എന്തൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. എന്തായാലും കുറച്ച് ജസ്റ്റ് എൻജോയ് 311.
നമ്മളിത് JVCയിലാണുള്ളത്. ഇവിടെ എനിക്ക് ഞാൻ പറഞ്ഞൊരു പ്രോഗ്രാം തുടങ്ങാൻ ചാൻസ് ഉണ്ടെന്ന്. അപ്പോൾ അതുവഴി ഒന്ന് പോകണം, അവിടെ ഒന്ന് കയറണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ചു വിടും. ഇവിടുന്ന് പിന്നെ 4 മിനിറ്റ് സമയമുള്ളൂ. അപ്പോൾ അവിടെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ അതൊന്ന് കവർ ചെയ്തിട്ട് ആൻഡ് ദെൻ വി വിൽ ഗോ ബാക്ക്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ഇവിടെ JVCയിൽ ആ കണ്ട ബിൽഡിംഗ് ഒക്കെ ഇല്ലേ മേലെ ലൈറ്റൊക്കെ വെച്ചിട്ടുള്ള, അതുപോലെ ബിങ്കാട്ടിയുടെ കുറേ ബിൽഡിങ്ങുകൾ വന്നിട്ട് എല്ലാ ബിൽഡിങ്ങുകളും നല്ല ലൈറ്റിങ്ങാണ്. അത് കാണുമ്പോൾ നല്ല രസമാണ്. ഈ ബിൽഡിംഗ് ഒക്കെ പോലെ. ലെറ്റ്സ് ഗോ. ഇവിടെ പുതിയൊരു വെന്യൂ ആണ്. പുതിയ വെന്യൂ തുറന്നിട്ടേ ഉള്ളൂ. പോയി നോക്കാം എന്തൊക്കെയാണ് അവിടുത്തെ അവസ്ഥകൾ. നല്ല രസമുള്ള പാർക്ക് ഇവിടെ JVCയിൽ. സ്പെഷ്യലി ലൈറ്റിങ്, നടക്കാനുള്ള വേ അതിൻ്റെ മേലെ ലൈറ്റിംഗ് ഒക്കെ ഇട്ടിട്ട് മൂഡായിട്ടുണ്ട്. ഇവിടുന്ന് ലെഫ്റ്റ് പോകണം എന്നാണ് കാണിക്കുന്നത്. ലെഫ്റ്റ് പോകാം. ഓഫ്, ഇവിടുന്ന് സ്ട്രെയിറ്റ് പോകണം എന്നാണ് കാണിക്കുന്നത്. ഇവിടുന്ന് റൈറ്റ് എടുത്ത് നല്ല നൈസായിട്ട് അങ്ങോട്ട് കയറാൻ പറ്റും. യാ, here we go, we did it. ഈ റൈറ്റ് എടുക്കുക, എന്നിട്ട് ഒരു റൈറ്റും കൂടെ ആൻഡ് ദെൻ വി ആർ ദേർ. പക്ഷെ ഇത് വൺ വേ ആണോ? അല്ല, വൺ വേ അല്ല. കൺഫൗണ്ട്. അതാണെങ്കിൽ സൈഡ് അടുപ്പിക്കാൻ പറ്റില്ല, കാരണം സൈഡിൽ നമ്മുടെ മറ്റേ ബാഗ് തിരിച്ച് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ. ഇവിടെ ഗ്യാപ്പ് ഉണ്ടോ നോക്കണം. ഇവിടെ ഇടാം. ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇനി ഇവിടെ കയറിയിട്ട് I'll see you guys in a bit. A few moments later. അപ്പോൾ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഇവിടുത്തെ പരിപാടികൾ കഴിഞ്ഞിരിക്കുന്നു. നമുക്കിനി അടുത്ത സ്വീകരണ സ്ഥലത്തോട്ട് നീങ്ങാം. ഗ്ലൗ ഇട്ടില്ലല്ലോ. ഷിറ്റ്, എന്ത് കഷ്ടം നോക്കണം. ആബ്സെൻറ്റ് മൈൻഡഡ്നെസ് ഇതാണ് ഞാൻ പറയുന്നത്. ഒരു കാര്യം ചെയ്യാൻ നിന്നാൽ എന്തെങ്കിലും മറക്കും. Take 2, let's go. അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് പുറത്തോട്ട് ചാടാം. ഓഫ്, യൂണിക്കോൺ ആണോ അതിൻ്റെ മേലെ കൂടെ ഒക്കെ ഇടിച്ച് കയറ്റിപ്പോയി. എന്താണ് ഈ വ്ളോഗ് മിക്കവാറും ഇറങ്ങുന്നത് ഇത് കഴിഞ്ഞിട്ടായിരിക്കും. നമ്മുടെ മീറ്റപ്പ് വലിയ ആ റൈഡ്, ലോങ് റൈഡിൻ്റെ ആ വ്ളോഗ് കഴിഞ്ഞിട്ടായിരിക്കും. അത് പ്രയോറിറ്റൈസ് ചെയ്യാം. സബ്വേ ഒക്കെ ഉണ്ടിട്ട് ഇവിടെ. വണ്ടി കമോൺ. ഇത് വൺ വേ ആണല്ലോ. വെരി നൈസ്, പറ നൈസ്. ഓ, നല്ല തണുത്ത കാറ്റ്. ക്ലോസ്. നമ്മുടെ ലക്ഷ്യസ്ഥാനത്തിലോട്ട് നമുക്ക് 25 മിനിറ്റാണ് പോകാനുള്ളത്. ഈ രാത്രി ഈ സമയത്തൊക്കെ ഇങ്ങനെ റൈഡ് ചെയ്യുന്നുണ്ടല്ലോ, ഒരു മൂടാണ്. അധികം ട്രാഫിക്കൊന്നും ഇല്ലാത്ത സമയം. ഇപ്പോൾ എത്രയായി? 10 മണി ആവാറായി. 9:54. ഈ സമയത്ത് ഇങ്ങനെ വെറുതെ ഒരു എന്താ പറയുക, അധികം ലക്ഷ്യമൊന്നും ഇല്ലാതെ ഇങ്ങനെ ഇറങ്ങണം വെറുതെ. അതൊരു പ്രത്യേക രസമാണ്. വെറുതെ വണ്ടിയെടുത്ത് മാപ്പൊന്നും ഇടാതെ ജസ്റ്റ് കാണുന്ന വഴികൾ. ഇപ്പോൾ ഇവിടെ എത്തിയെന്ന് കൂട്ടാം. എനിക്ക് റൈറ്റ് പോകണം തോന്നിക്കറിഞ്ഞാൽ റൈറ്റ് പോവുക, ലെഫ്റ്റ് പോകണമെന്ന് വെച്ചാൽ ലെഫ്റ്റ് പോവുക, സ്ട്രെയിറ്റ് പോവുക. എന്താ ഒരു ഓളത്തിൽ അങ്ങനെ പോകണം. അതൊരു പ്രത്യേക മൂടാണ്. പക്ഷെ ഇന്നിപ്പോൾ നമുക്ക് ഇനി ഒരു സ്ഥലം കൂടെ എത്താനുള്ളത് കൊണ്ട് നമുക്കങ്ങനെ ആ ഒരു ഓളത്തിൽ നമുക്കിപ്പോൾ പോകാൻ പറ്റില്ല എന്നുള്ളൂ. പക്ഷെ വയറൊക്കെ ചാടി. ഞങ്ങൾ ഇവിടെ പോയിട്ടോ മെഴ്സറീസിൻ്റെ മെഴ്സറീസിൻ്റെ ഒരു സ്ഥലം ഉണ്ടല്ലോ നമ്മുടെ ഡൗൺ ടൗണിൽ. അവിടെ ഇലക്ട്രിക് വണ്ടിയൊക്കെ ചാർജ് ചെയ്യുക. അവരുടെ കാഫേ ഒക്കെ ഉണ്ട്. നല്ല കിടിലൊരു സ്ഥലം. അങ്ങോട്ട് പോയിട്ടുണ്ട്. പക്ഷേ അവിടുന്ന് കുറച്ച് ക്ലിപ്പ് എടുക്കാം. ഞാൻ ഇതാണ് ഓരോ സ്ഥലങ്ങൾ എത്തുമ്പോൾ ഈ ഒരു വ്ളോഗിങ്ങിൻ്റെ കാര്യം ഞാനങ്ങ് മറന്നു പോകും. ഞാൻ വ്ളോഗ് ചെയ്യേണ്ടതാണല്ലോ എന്ന് മറന്നു പോകും. എന്നിട്ട് ആ ഒരു മൊമെൻ്റ് എൻജോയ് ചെയ്ത് അങ്ങ് നീങ്ങും. ആ സമയം അങ്ങനെ അങ്ങ് പോകും. എല്ലാം കഴിഞ്ഞിട്ടാണ് ആലോചിക്കുന്നത്, അയ്യോ 2 ക്ലിപ്പ് അടിക്കായിരുന്നല്ലോ. ഇനി നമുക്ക് മാപ്പ് വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് ലെറ്റ്സ് യൂസ് ദ മാപ്പ്. പക്ഷെ വേണം തോന്നുന്നില്ല. എന്തിനാ മാപ്പ്? വേണ്ട. മാപ്പ് എന്തിനാ? കം ഓൺ ക്ലോസ്, ലെറ്റ്സ് ഗോ ബേബി. അപ്പോൾ ഇവിടെ നമ്മൾ നേരെ കയറുന്ന ഹെസ്സ സ്ട്രീറ്റിൽ കയറിയിട്ട് അവിടുന്ന് നമ്മൾ നേരെ 311 ജോയിൻ ചെയ്യും. There we go. It's ready. Oh my god. ഇയാളുടെ ബ്രേക്കിംഗ്. Here we go, let's go boys. Ladies and gentlemen, we are joining Hesse Street. ഒരു മിനിറ്റ്, ഈ പാട്ടൊന്ന് മ്യൂട്ട് ചെയ്യട്ടെ. Yes, there we go. എൻ്റെ ഇപ്പോഴും കാർഡോടെ ആ ഒരു പോസ് ആവുന്നുണ്ട്. പക്ഷേ പ്ലേ ചെയ്യാനുള്ള ബട്ടൺ ഞെക്കുമ്പോൾ പ്ലേ ആവുന്നില്ല. ഐ ഹാവ് നോ ഐഡിയ വൈ. അപ്പോൾ അതൊന്ന് കണ്ടുപിടിക്കണം എന്താണെന്നുള്ളത്. ബാക്കിയെല്ലാം സെറ്റാണ്. കമോൺ. അപ്പോൾ നമ്മൾ ഇപ്പോൾ നിറയെ ഫ്ലാഗുകളുടെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. യുദ്ധത്തിൻ്റെ സിറ്റുവേഷനൊക്കെ എന്തായെന്നാവും. എന്തായാലും നമ്മുടെ മേലെ കൂടെ ഒന്നും പോകുന്നില്ല. കുഴപ്പമില്ല. വി ആർ സേഫ്. വി ആർ ഇൻ UAE. വി ആർ സേഫ്.
അപ്പോൾ ഇനി നേരെ തിരിച്ച് എനിക്ക് പോകുന്ന ഒരു ഫ്രണ്ടിനെ കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് ബാക്ക് ടു ഹോം. എന്നിട്ട് വളരെ കുറച്ച് മണിക്കൂറുകൾ ബാക്കിയുള്ളൂ. കുറച്ച് മണിക്കൂർ വേഗം കിടന്നുറങ്ങിയിട്ട് എണീറ്റ് രാവിലത്തെ റൈഡിന്. അപ്പോൾ ഇന്ന് ചെന്നിട്ട് ഈ ഗാഡ്ജറ്റ്സ് എല്ലാം ചാർജ് ചെയ്യാൻ വെക്കണം. എന്നിട്ട് രാവിലത്തെ റൈഡിന് രാവിലെ തന്നെ എണീറ്റ് കെട്ടി ഒരുങ്ങി ഇറങ്ങണം. നാളത്തെ റൈഡ് പൊളിയായിരിക്കും. നാളത്തെ റൈഡ് എന്ന് പറയുന്ന റൈഡിൻ്റെ വ്ളോഗ് ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ടാവും മിക്കവാറും ഈ വ്ളോഗ് ഇറങ്ങുമ്പോഴേക്കും. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യുക. ഏകദേശം 300 ബൈക്കേഴ്സോളം ഉണ്ട് എന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ അത് ആ വീഡിയോയിൽ ഉണ്ടാവും എത്ര ഉണ്ടായിരുന്നു, എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത്. റാസഖൈമയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇനി നേരെ നമ്മൾ ഈ ബ്രിഡ്ജ് ഇറങ്ങി നേരെ താഴോട്ട് ഇറങ്ങുന്നു. ആൻഡ് ദെൻ ടു 311. എന്നിട്ട് 311 പിടിച്ച് ഞാൻ നേരെ എൻ്റെ ലക്ഷ്യസ്ഥാനത്തിലോട്ട് നീങ്ങും. അപ്പോൾ വി ആർ ജോയിനിങ് 311 ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ് ഈ 311 നമ്മളിത് ജോയിൻ ചെയ്തു. ഇനി നേരെ ഞാൻ എൻ്റെ നീലാകാശം പച്ചക്കടൽ പാട്ടുവിട്ട് നേരെ വെച്ച് പിടിക്കാം. താങ്ക് യു സോ മച്ച്. എൻ്റെ കൂടെ ഈ റൈഡ് വന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഈ കാണുന്നവരാണെങ്കിലും എൻ്റെ കൂടെ റൈഡിൽ ഒരുമിച്ചുള്ളവരാണ്. സോ താങ്ക്സ് ഫോർ ജോയിനിങ് മീ on this episode. I will see you guys in the next one. Enjoy the ride everyone. See ya.